ഇത് കലിയുഗം. കലിയുഗത്തിൽ ആത്മീയമായും സാമ്പത്തികമായും മനുഷ്യന് ശാരീരികമായും ഉയരണമെങ്കിൽ സനാതനധർമ്മത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. മതങ്ങളിലൂടെ ആത്മീയ പുരോഗതി കലിയുഗത്തിൽ എന്നല്ല ഒരു യുഗത്തിലും സാധ്യമല്ല. കാരണം അത് വളരെ സങ്കുചിതമായ ഒരു നിർമ്മാതാവിൻ്റെ കയ്യിലെ ഉപകരണമാണ്. മനുഷ്യാത്മാവിൻ്റെ ശാസ്ത്രം, പരമാത്മാവിൻ്റെ ചൈതന്യമോ ശാസ്ത്രമോ മതത്തിൽ ഇല്ല. അവതാരങ്ങൾ ഓരോ കാലഘട്ടത്തിനു വേണ്ടി വരുന്നതാണ്. ആ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും മാത്രമേ അവതാരങ്ങളിലും കാലപുരുഷന്മാരിലും ഉള്ളൂ. എന്നാൽ സനാതനധർമ്മം അങ്ങനെയല്ല. ഒരിക്കലും നശിക്കാത്ത ഈ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങൾക്കും വേണ്ടി ഉള്ളതാണ് സനാതനധർമ്മം അഥവാ ഹിന്ദുധർമ്മം. ലോക ജനതയ്ക്ക് ദൈവം തന്നെ എങ്ങനെ ആരാധിക്കണം എന്ന് പഠിപ്പിച്ചിട്ടുള്ളത് ഭാരതത്തിലെ കൈലാസ പർവ്വതത്തിനു മുകളിൽ ശിവപാർവതി രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് മാതൃത്വരൂപത്തിൽ ആരാധിക്കുവാനാണ് ദൈവം മനുഷ്യരാശിക്ക് കൊടുത്ത ഉപദേശം. ഭാരതത്തിലെ മുനിമാർ, മഹർഷിമാർ, ഋഷിമാർ ഒന്നും മതം സ്ഥാപിച്ചിട്ടില്ല. അതിന് പൊതുവെ ഹിന്ദു ധർമ്മം എന്നാണ് പറയുന്നത്.